ബോൺലെസ് ചിക്കൻ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഈ ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്നു കേട്ടോ കുറച്ച്. അങ്ങനെ ഞങ്ങൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ചിക്കൻ പോപ്കോണിന്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു ഇൻസിഡന്റ് ഓർമ്മ വരും കേട്ടോ. ഞാനൊരു 3 years ബാക്ക് വർക്ക് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞു, ഈ ഇന്ന് ഫുഡ് കൊണ്ടുവരരുത്. ഓളെ മദറിലോ ആണെന്നുണ്ടെങ്കിൽ 3-4 കറിയും കൂട്ടാനൊക്കെ ആയിട്ട് ആളെ നല്ല രീതിയിലാട്ടോ പറഞ്ഞു വിടൽ വർക്കിന്. അപ്പോൾ ഓളാണെങ്കിൽ ആ ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് അന്ന് വന്നും ചെയ്തു. ഞാനാണെന്നുണ്ടെങ്കിൽ സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ നോക്കിയിട്ട് അതിൽ ഓഫർ അന്ന് ചിക്കിങ്ങിൽ കണ്ടതും കൊണ്ട് ഞങ്ങൾ അത് ഓർഡർ ചെയ്തു. 2 ആൾക്ക് കഴിക്കാനെന്നൊക്കെ ആയിരുന്നു അതിൽ കൊടുത്തിരുന്നത്. അതിന് വന്നപ്പോൾ എന്താ, ഒരാൾക്ക് കഴിക്കാൻ പോലുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു എമൗണ്ടും അതിന് പോയി. ബിരിയാണി ഓർഡർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു അവളോട് എന്താണ് ഫുഡ് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാൽ അതും പോയിട്ടോ. അല്ലെങ്കിൽ എനിക്ക് അതിലെങ്കിൽ കൈയിട്ട് വാരി. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചതിൻ്റെ ഒരു സംതൃപ്തി പോലും അന്ന് ഉണ്ടായില്ല കേട്ടോ. അന്നാണ് ഈ നല്ലൊരു വിശപ്പും ഉണ്ടായിരുന്നു 2 ആൾക്കും. പോപ്കോണും പിന്നെ 2 വിങ്സും 2 ബണ്ണും ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നല്ലൊരു എമൗണ്ടും പോയിരുന്നു. കൺസീവ് ആയതിനുള്ള ഒരു പാർട്ടി ഞങ്ങൾക്ക് ഈ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഉള്ള ഒരു ഫ്രണ്ടിൻ്റെ. അപ്പോൾ അവിടെ ഞങ്ങൾ ചെക്കിങ് പോയപ്പോൾ അന്ന് ഞങ്ങൾ പോപ്കോൺ ഓർഡർ ചെയ്തപ്പോൾ ഇങ്ങനെ ഈ കഥ പറഞ്ഞ് ചിരിച്ചുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾക്ക് പറ്റിയൊരു അമളി അങ്ങനെ പോപ്കോണൊക്കെ റെഡിയായി കഴിച്ചു.